നമ്മളെ പരിപാടി വമ്പം വിജയമാണ്, വമ്പം വിജയം. ഇന്ന് നമ്മൾ ഈ ആൾക്കാരൊക്കെ ഇവിടെ വന്നുകാണ്ട് ഇവിടെ കയ്യൊട്ടി വേണ്ട ഈ റോഡ് ഉദ്ഘാടനം കേട്ടോ. അത് ഞങ്ങളെ ഭാഗത്തേക്കുള്ളൊരു റോഡിൻ്റെ ഒരു കാഴ്ചയാണ്. ഈ കാഴ്ച കണ്ടിട്ട് ഞങ്ങളത് 10-25 വർഷമായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഇതിലും മോശം വളരെ മോശമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി 10-25 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ റോഡ് പണി തുടങ്ങി. ആ തുടങ്ങിയപ്പോഴുള്ള കാഴ്ചയാണ്. അത് പിന്നെ ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ട് തന്നു. പിന്നെ നമുക്ക് സന്തോഷം പിടിച്ചാൽ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ഈ അയൽവാസികൾ എന്നുള്ളൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഞങ്ങളൊരു ചർച്ച ചെയ്തു, ഇന്ന് നമുക്ക് ഓൽക്ക് എന്തെങ്കിലും കൊടുത്താലോ. അങ്ങനെ പിന്നെ എന്താട്ടെ ഞങ്ങൾ അതിനുള്ള സെറ്റപ്പൊക്കെ കണ്ട് വെള്ളമൊക്കെ തണുപ്പിച്ചാൻ വെച്ച്. പിന്നെ 4 മണി ഞാനന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അയൽവക്കാർ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. 4 മണിക്കാണ് ഞങ്ങൾ ഉദ്ഘാടനം പറഞ്ഞിട്ടില്ല. 4:30 ആയപ്പോൾ പിന്നെ ഉദ്ഘാടനം തുടങ്ങി കേട്ടോ. അത് ബിസ്മിൻ ചൊല്ലി നമ്മളെ പ്രസിഡന്റ് അതാണ് ഉദ്ഘാടിച്ചു. ആ ഉദ്ഘാടനത്തിൻ്റെ കയ്യടിയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പിന്നെ എന്താ വെച്ചാൽ ഒരു റോഡ് ഉദ്ഘാടനത്തിന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ ഭാഗത്തുള്ള ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പ്രായമായാലും കുട്ടികളും പിന്നെ നമ്മളെ പഞ്ചായത്തിൻ്റെ കുറേ പ്രതിനിധികളും എല്ലാവരും ഇതിന് സപ്പോർട്ടായിക്കാണ്ട് എല്ലാവരും ഒരു ഇതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഈ ഒരു അവസ്ഥയിലുണ്ട് എത്തിയത് കേട്ടോ. കാരണം നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതൊക്കെ നമ്മളെ ഈ അയൽവക്കത്തുള്ള ആൾക്കാരാണ്. പ്രസിഡൻ്റ് അതിൻ്റെ ഇടയിൽ കൂടി അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ കാഴ്ച വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വായിക്കാനും ഞങ്ങൾ വായിച്ചിട്ടുമുണ്ട്. അതിലൊക്കെ ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. ആ നമ്മളൊക്കെ ചിരിച്ചാണ്, നമ്മളെ അയൽവക്കാരാണ് ചിരിച്ചത്. അപ്പോൾ നമ്മളെന്താട്ടി ഒരു മധുരം കൊടുക്കാന്നുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. അതിന് നമ്മൾ നല്ല സേമിയ പായസം വെച്ചുകൊണ്ട് ഈ കണ്ട ആൾക്കാർക്ക് നമ്മൾ പായസം കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ പായസം കൊടുക്കുകയാണ്. പായസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു നമ്മൾ സ്വീകരണം. പായസം കുടിച്ചപ്പോൾ എങ്ങനെ ഉണ്ടോ ഇപ്പോൾ കുഴപ്പമില്ലാറുണ്ട്. പിന്നെ ഇപ്പോൾ ലഡുവും കൊടുത്തു. പിന്നെ ഇപ്പോൾ ഒന്ന് കുലുക്കുവെച്ചാണെങ്കിൽ വെള്ളം കുടിച്ചണമെങ്കിൽ വെള്ളം നിധിയുടെ വെള്ളം കൊടുത്തു കേട്ടോ. ഇപ്പോൾ വന്നവർക്കൊക്കെ സന്തോഷമായിട്ടോ. പിന്നെ ഇപ്പോൾ ഇത് നമ്മളെ അയൽവക്കാരെല്ലാവരും പാടെ കൂടിക്കാണ്ട് സഹകരിച്ചൊരു പരിപാടി ആയതുകൊണ്ടാണ് ഇത് ഇത്ര വിജയിച്ചിട്ട്. അതൊരു വ്യക്തിൻ്റെ മാത്രമല്ല. പിന്നെ അവിടെ കൂടിയ ആൾക്കാരൊക്കെ അവിടെ നിന്ന് നമ്മളെ മെമ്പറൊക്കെ ഒന്ന് സംസാരിച്ചു. അങ്ങനെ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രതിനിധികളും വന്ന പ്രതിനിധികളൊക്കെ നമ്മളെ റോഡിൻ്റെ അവസ്ഥയെ കുറിച്ചും നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ കുറിച്ചും ഒക്കെ ഒരു സംസാരിച്ചു. അപ്പോൾ ആ സംസാരമൊക്കെ കേട്ട് നമ്മളെ അവിടെ വന്ന ആൾക്കാരെല്ലാവരും അത് കേട്ട് നിന്നും ചെയ്തു. കാരണം എല്ലാവരെയും സ്വീകരിച്ചതുകൊണ്ട് ആൾക്കാർക്ക് ക്ഷീണമൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഞങ്ങളൊരു അയൽവാസി ഈ ഒരു ഗ്രൂപ്പുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു മെച്ചം കൊണ്ട് തന്നെയാണ് ഈ ഒരു പരിപാടി ഇങ്ങനെ ഉഷാറാക്കാൻ കഴിഞ്ഞത് കേട്ടോ. അത് ഒരാളെ മാത്രം കഴിവുകൊണ്ടല്ല, ഞങ്ങളെ ചുറ്റുഭാഗത്തുള്ള എല്ലാവരും പാടെ കൂടിക്കാണ്ടതാണ് ഈ പരിപാടി നടത്തിയത്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ റോഡ് കുറച്ചും പാടെ അവിടെ ഒരു മുട്ടാണ്ട് അതിനെ കുറിച്ച് നമുക്കും വേണ്ടിയിട്ട്